ഒരു രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചുമുള്ള ഒരു ശരിയായ അളവുകോലാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അന്തിമ പണമൂല്യത്തെയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ദേശീയ വരുമാന കണക്കെടുപ്പ് ശരിയായ തോതിൽ എല്ലാ വർഷവും നടത്തി വരുന്നുണ്ട്. കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ച 2024-25 വർഷത്തെ സാമ്പത്തിക സർവേയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാന കണക്കുകൾ ഇവിടെ പരിശോധിക്കുകയാണ് ഈ ചെറു വീഡിയോയിൽ ഞാൻ ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം 1951 മുതൽ 2024-25 വരെ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചും വളർച്ചാ നിരക്കുകളെക്കുറിച്ചും പെർ ക്യാപിറ്റ ഇൻകത്തെക്കുറിച്ചും വിവിധ മേഖലകളിലെ വളർച്ചയെക്കുറിച്ചും അതുപോലെ തന്നെ വന്നിരിക്കുന്ന സ്ട്രക്ചറൽ ചേഞ്ചസിനെക്കുറിച്ചും ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2026 നടത്താൻ പോകുന്ന റിസർച്ച് ഓഫീസർ തസ്തികയ്ക്കും മറ്റു പരീക്ഷകൾക്കും ഇത് വളരെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഡ്ക്രെഡൻസ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും എൻ്റെ വ്യക്തിപരമായ പേരിലും എഡ്ക്രെഡൻസിൻ്റെ പേരിലും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രധാനമായും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി സംസാരിക്കാനായി ആഗ്രഹിക്കുന്നത് 3 പ്രധാന കാര്യങ്ങളാണ്. അതായത് നിലവിലെ സിലബസ് അനുസരിച്ച് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ട്രഷറി സെക്ടർ ഓർ സർവീസ് സെക്ടർ, ഇന്ത്യൻ എക്കോണമിയിലെ 3 സെക്ടറുകളെക്കുറിച്ചും ഈ 3 സെക്ടറുകൾ ദേശീയ വരുമാനത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകളെക്കുറിച്ചും വന്നിരിക്കുന്ന സ്ട്രക്ചറൽ ചേഞ്ചസിനെ കുറിച്ചുമാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ സിലബസ് ഫുള്ളായി കവർ ചെയ്യുകയും അതിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ 3ാം സാമ്പത്തിക ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുവാനായി പോവുകയാണ്. ഇന്ത്യയുടെ സ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് സാമ്പത്തിക സ്ഥിതിയിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ, ഇന്ത്യയുടെ സംഭാവന എന്ന് പറയുന്നത് വെറും 1.6% മാത്രമായിരുന്നു 2000 കാലഘട്ടങ്ങളിൽ. 2003 ആയപ്പോഴത്തേക്കും അത് 3.4% ഇന്ത്യയുടെ സംഭാവന, ആഗോള സാമ്പത്തിക വികസനത്തിൽ ഇന്ത്യയുടെ സംഭാവന 3.4% കൊണ്ട് വളർന്നു. അത് 2029 കൂടി 4.5% ഇന്ത്യയുടെ സ്ഥാനം വർദ്ധിക്കും എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഇന്നത്തെ രീതിയിലുള്ള സാമ്പത്തിക വികസനം മുന്നോട്ട് പോകുകയാണെങ്കിൽ 2028 കൂടി ജർമ്മനിയെ കവച്ചു വെച്ചുകൊണ്ട് ലോകരാജ്യങ്ങളിൽ 3ാം സ്ഥാനം ഇന്ത്യ നേടിയെടുക്കും എന്നുള്ളതാണ് ലോക ബാങ്കും നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് കണക്കുകൂട്ടലും അല്ലെങ്കിൽ IMF പോലുള്ള സാമ്പത്തിക ഏജൻസികളുടെയൊക്കെ കണക്കുകൂട്ടൽ പറയുന്നത് 2028 കൂടി ഇന്ത്യയിലെ GDP എന്ന് പറയുന്നത് $5.7 ട്രില്യൺ എത്തുകയും ജർമ്മനിയെ മറികടന്നുകൊണ്ട് 3ാം സാമ്രാജ്യ ശക്തിയായി ഇന്ത്യ സാമ്പത്തിക ശക്തിയായി വളരുമെന്നുള്ളതാണ് പറയുന്നത്. മറ്റു രാജ്യങ്ങളുടെ വളർച്ചാ നിരക്കുമായി താരതമ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഡയഗ്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഇൻഫ്ലേഷനും ഇല്ലെങ്കിൽ ഇന്ത്യയുടെ ആവറേജ് ഗ്രോത്ത് റേറ്റും നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം ആവറേജ് ഗ്രോത്ത് റേറ്റിൽ വളരെ വളരെ കൂടുതലാണ്. അതിൽ കുറവാണ് മറ്റു പല UK കാര്യമായാലും ശരി, US കാര്യമായാലും ശരി, മെക്സിക്കോയുടെ കാര്യമായാലും ഒക്കെ ആവറേജ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് വളരെ കൂടുതലാണെന്ന് മാത്രമല്ല പണപ്പെരുപ്പ നിരക്ക്, പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കുന്നതിനുണ്ടാകുന്ന ഇന്ത്യയുടെ കഴിവ് സൂചിപ്പിക്കുന്നതാണ് ഈ ഡയഗ്രാം. കാര്യം ഇന്ത്യയുടെ അത്ര പോലും
ബ്രസീലിനോ റഷ്യക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്ക് അവരുടെ രാജ്യത്തെ പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ വളർച്ചാ നിരക്കും ഇല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഈ ഈ പണപ്പെരുപ്പ നിരക്കും തമ്മിലുള്ള ഒരു താരതമ്യം വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റു പല ലോകരാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം വളരെ വളരെ കൂടുതലാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് ദാദാഭായ് നവോജിയാണ്. അതായത് 1867-68 കാലഘട്ടങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം നടത്തുന്നത്. പക്ഷേ അത് ശാസ്ത്രീയമായിരുന്നില്ല. ശാസ്ത്രീയമായി ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ശ്രമം നടത്തിയത് ഡോക്ടർ VKRV റാവു ആണ്. അദ്ദേഹം 1931-32 കാലഘട്ടങ്ങളിൽ അദ്ദേഹം അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുകയും അദ്ദേഹം പിന്നെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം രചിക്കുകയും ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ ഒരു ശാസ്ത്രീയമായ ദേശീയ വരുമാനത്തിനെ കണക്ക് കൂട്ടുന്നതിനുണ്ടായ അടിസ്ഥാനപരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. അതിനുശേഷം ഈ പിന്നെ മഹലനോബീസിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടു. ആ കമ്മിറ്റി 1949 വിശദമായി ചർച്ച ചെയ്യുകയും ഇന്ത്യയിലെ ദേശീയ വരുമാനം ശാസ്ത്രീയമായി എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ചൊരു ചട്ടക്കൂട് രൂപീകരിക്കുകയും ചെയ്തു. ആ ചട്ടക്കൂടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദേശീയ വരുമാനം ഇന്ത്യയിൽ ഇപ്പോഴും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, വലിയ അമെൻമെൻറ്റ്സ് ഒരുപാട് വരുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും അതിനെ നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുണ്ടാകുന്ന ഒരു അടിസ്ഥാന രേഖ എന്ന് പറയുന്നത് 1949 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിശ്ചയിക്കപ്പെടില്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട നാഷണൽ ഇൻകം കമ്മിറ്റിയാണ്. അദ്ദേഹം മഹലനോബീസ് ആയിരുന്നു ചെയർമാൻ. മഹലനോബീസ് പിൽക്കാലത്ത് പ്ലാനിംഗ് ബോർഡിൻ്റെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ ആവുകയും അദ്ദേഹം ഒരുപാട് നിർദ്ദേശങ്ങൾ തരികയും ഒക്കെ ചെയ്തിട്ടുള്ള വളരെ പ്രശസ്തനായ ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു മഹലനോബീസ്. ഇന്ത്യയിൽ ദാദാഭായ് നവറോജി ഉൾപ്പെടുന്ന ഒട്ടനവധി പേര് ഈ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ആ വ്യക്തികളുടെ പേരും ഏത് വർഷമാണ് നടത്തിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അവർ പ്രധാനമായും അവരുടെ നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം കണക്കുകൂട്ടിയ പെർ ക്യാപിറ്റ ഇൻകവും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം VKRV റാവുവിൻ്റെ കണക്ക് പ്രകാരം 1931 ആയിരുന്നു. അദ്ദേഹം പ്രസിദ്ധീകരിച്ച് 1938 പക്ഷേ അത് എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ട് 31-32 കാലഘട്ടമായിരുന്നു. വെറും 62 രൂപയായിരുന്നു പെർ ക്യാപിറ്റ ഇൻകം. അതാണ് ഇപ്പോൾ നമുക്ക് ഏകദേശം 2 ലക്ഷം രൂപയോളം ആയിരിക്കുന്ന പെർ ക്യാപിറ്റ ഇൻകം. അന്ന് 1931-32 കണക്ക് പ്രകാരം VK റാവുവിൻ്റെ കണക്ക് പ്രകാരം വെറും 62 രൂപയായിരുന്നു. അപ്പോൾ മറ്റു പലരുടെയും ലോഡ് കട്സൺ ഉണ്ടായിരുന്നു, ശർമ്മ, അങ്ങനെ പലരും ഈ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് വേണ്ടിയുള്ള പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1948-49 കാലഘട്ടങ്ങളിൽ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടു. ആ കമ്മിറ്റിയുടെ തീരുമാനം അല്ലെങ്കിൽ അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയത്. അപ്പോൾ അതിനുശേഷം 1955 ശേഷം നാഷണൽ ഇൻകം ഹാവ് ബീൻ പ്രിപ്പയർഡ് ബൈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് മിനിസ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ അണ്ടറിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ആ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനാണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കിക്കൊണ്ട് ഇരിക്കുന്നത്.
GDPയുടെ വളർച്ചാ നിരക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2024-25 വർഷം 6.4% കണ്ട് വളർന്നു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷം, അതായത് 2023-24 വർഷം 8.2% നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ വർധനവ്. പക്ഷേ ഇപ്രാവശ്യം 6.4% വളർച്ച. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മറ്റ് ലോകരാജ്യങ്ങളിലെ സാമ്പത്തിക വളർച്ചയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് വളരെ കൂടുതലാണ്. വളരെ കൂടുതലാണ്. മറ്റു പല രാജ്യങ്ങൾ, ഈവൻ ചൈനയുടെ കാര്യമായാലും ശരി, മറ്റ് അമേരിക്കയുടെ കാര്യമായാലും, അവിടെയൊക്കെ നമ്മുടെ വളർച്ചാ നിരക്കിനേക്കാളും വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. നമ്മുടെ വളർച്ചാ നിരക്ക് അവരുമായി കമ്പയർ ചെയ്യുമ്പോൾ മോശമല്ല. 2025-26 നമ്മളെ വളർച്ചാ നിരക്ക് 6.8% കണ്ട് എങ്കിലും വളരുമെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും വേൾഡ് ബാങ്കും ഒക്കെ പ്രതീക്ഷിക്കപ്പെടുന്നത്, ഇല്ലെങ്കിൽ അവരെ കണക്കുകൂട്ടലിൽ പറയുന്നത്. അപ്പോൾ എന്തായാലും ശരി, ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് മാത്രമല്ല, നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകത്തിലും വലിയൊരു മാറ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ മേഖലകളുടെ കോമ്പോസിഷൻ സംബന്ധിച്ച് ഞാൻ വിശദമായി പിന്നീട് സംസാരിക്കാം. ഇല്ലെങ്കിൽ കാർഷിക മേഖലയിൽ നമ്മൾ കാർഷിക ഉൽപ്പാദനത്തിൽ നമ്മളൊരു വലിയ ഗണ്യമായ ഒരു മോഡറേറ്റ്, അവരുടെ എക്കണോമിക് സർവേയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മോഡറേറ്റ് വളർച്ചാ നിരക്കാണ് കാർഷിക മേഖലയ്ക്കുണ്ടായത്. ബഹുഭൂരിപക്ഷം ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനം വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് ലഭ്യമായിരിക്കുന്ന ധാന്യങ്ങളുടെ അളവ് നമുക്ക് കൂട്ടാൻ പറ്റി. അങ്ങനെ കാർഷിക മേഖലയിലേക്ക് നമ്മളൊരു വളരെ മോഡറേറ്റ് ആയിട്ടുള്ള വളർച്ച നമുക്ക് രേഖപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഒരു 2024-25 നമുക്ക് 6.4% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുവാൻ കഴിഞ്ഞത്. ദേശീയ വരുമാനത്തിനോടൊപ്പം കണക്കാക്കപ്പെടുന്ന മറ്റൊരു കണക്കാണ് പെർ ക്യാപിറ്റ ഇൻകം, അല്ലെങ്കിൽ മലയാളത്തിൽ പ്രതിശീർഷ വരുമാനം എന്ന് പറയും. പ്രതിശീർഷ വരുമാനം എത്രയാണ്, കഴിഞ്ഞ വർഷം നമുക്ക് ഉണ്ടായിരുന്ന വളർച്ചാ നിരക്ക് എത്രയാണ്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കപ്പെടും. അത് നമ്മുടെ വളർച്ചാ നിരക്കിൽ അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ വരുമാന വർധനവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയുന്നതിന് വേണ്ടി 1950-51 കാലഘട്ടം മുതൽ 2024-25 വർഷം വരെയുള്ള പെർ ക്യാപിറ്റ ഇൻകത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും ആ വരുമാനത്തിലുണ്ടായ വളർച്ചാ നിരക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1950-51 നമ്മുടെ വളർച്ചാ നിരക്ക് അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകത്തിലുണ്ടായിരുന്ന വർധനവെന്ന് പറയുന്നത് 2.1%. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വാതന്ത്ര്യം കിട്ടിയ കഴിഞ്ഞ ആദ്യ 1-2 വർഷങ്ങൾക്കകം നടത്തിയ എക്കണോമിക് സർവേയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വളർച്ചാ നിരക്ക് വളരെ കുറവ് തന്നെ ആയിരിക്കും, 2.1 ആണ്. അത് അടുത്ത പക്ഷം അത് 60 കാലഘട്ടങ്ങളിൽ അത് വന്നപ്പോൾ 3.9% വളർച്ചാ നിരക്ക് വർദ്ധിച്ചു. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2020-21 ആയപ്പോൾ -8.9%. അത് ആ കാലഘട്ടത്തെക്കുറിച്ച് നോക്കിയാൽ കോവിഡും ഒക്കെ വന്നൊരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അത് കഴിഞ്ഞ് 2021-22 മുതൽ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകത്തിൽ വർധനവ് രേഖപ്പെടുത്തുവാൻ തുടങ്ങി. 9.3% വളർച്ചാ നിരക്കാണ് 2021-22 സാമ്പത്തിക വർഷത്തിൽ ഉണ്ടായത്. അത് നമ്മളങ്ങനെ നോക്കുകയാണെങ്കിൽ 5.3% വളർച്ചാ നിരക്കാണ് പെർ ക്യാപിറ്റ ഇൻകത്തിൽ കഴിഞ്ഞ വർഷം 2024-25 നമുക്ക് നേടുവാൻ കഴിഞ്ഞത്. അതായത് ഇപ്പോഴത്തെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് 1,12,358 രൂപയാണ് ഇന്ത്യയിലെ ഒരു പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. അത് 2023-24 1,06,744 രൂപയായിരുന്നു. അതിൻ്റെ 5% വർധനവ് രേഖപ്പെടുത്തിയതാണ് 1,12,358 രൂപ എന്ന് ഉള്ളത്.
ഞാനിവിടെ കഴിഞ്ഞ 75 വർഷത്തെ വളർച്ചാ നിരക്ക് കണ്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതായത് ദേശീയ വരുമാനം ശാസ്ത്രീയമായി നമ്മുടെ രാജ്യത്ത് ശരിയായ രീതിയിൽ തുടങ്ങിയത് 50-51 കാലം മുതലാണ്. ആദ്യത്തെ 1950-51 കാലഘട്ടങ്ങളിൽ ഉണ്ടായ ദേശീയ വരുമാന വളർച്ചാ നിരക്കെന്ന് പറയുന്നത് വെറും 3.1% അത് 1961 കാലമായപ്പോഴേക്കും 5.5% വർദ്ധിച്ചു. അങ്ങനെ വിവിധ വർഷങ്ങളിലെ വളർച്ചാ നിരക്ക് ഞാൻ പവർ പോയിൻ്റായിട്ട് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ വർഷത്തെയും ഞാനിങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ 2020-21 കാലം മുതലെങ്കിലും നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പൊന്ന് റിവൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പോകുവാനായിട്ടുള്ളത്. അത് 2021 വർഷം നമുക്കറിയാം -6.2 അത് കഴിഞ്ഞതിന് ശേഷം 2021, 22 കാലഘട്ടത്തിൽ 9.9%, അതായത് 10% വളർച്ചാ നിരക്ക് നമുക്ക് നമുക്ക് ദേശീയ വരുമാനത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. 6.8%, 23-24 കഴിഞ്ഞത്, 22-23 23-24 ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 8.2 രേഖപ്പെടുത്തിയെങ്കിലാണ് 2024-25 നമുക്ക് 6.4% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുവാനായി നമുക്ക് കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ 75 വർഷത്തെ വളർച്ചാ നിരക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരിടത്ത് പോലും ഒരു 3%-ലധികം കുറവ് ഒരു വർഷവും നമുക്ക് രേഖപ്പെടുത്തിയിട്ടില്ല. കോവിഡ് സമയം ഒഴിച്ച്, കോവിഡ് സമയത്താണ് നമുക്കധികം പ്രതിസന്ധി ഉണ്ടായത്. ആ സമയം ഒഴിച്ച് നെഗറ്റീവ് വളർച്ചാ നിരക്ക് എങ്ങും ഉണ്ടായിട്ടില്ല. അതാണ് നമുക്ക് ഇന്ത്യ ഗവൺമെൻറ്, ഇല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയൊരു സൗഭാഗ്യമെന്ന് പറയട്ടെ. നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ വളർച്ചാ നിരക്ക് കോവിഡ് കാലഘട്ടങ്ങളെ ഒഴിവാക്കുന്നില്ലെങ്കിൽ, ഒരു വർഷത്തെ കാലഘട്ടം ഒഴിവാക്കി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ 3%-ത്തിൽ കുറവ് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ചില വർഷങ്ങളിൽ 8%-ലധികം സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്താൻ നമുക്ക് കഴിച്ചിട്ടുണ്ട്. 8%-എങ്കിലും വളർന്നാൽ മാത്രമേ നമ്മൾ വികസിത ഇന്ത്യ എന്ന് പറയുന്ന സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇതിന് നിങ്ങളുടെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വിവിധ മത്സര പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു പരീക്ഷാ രീതി എന്ന് പറയുന്നത് കഴിഞ്ഞ 2-3 വർഷത്തെ വളർച്ചാ നിരക്കെങ്കിലും അവർ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാനത് 1950-51 കാലം മുതൽ തന്നെ 10 വർഷത്തെ ബ്രേക്കിൽ 50-51 മുതൽ ഞാൻ 2000-2021 മുതൽ പിന്നെ ഓരോ തുടർച്ചയായുള്ള ഒരു വർഷവും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഗ്രോസ് നാഷണൽ ഇൻകത്തിൻ്റെ കണക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണ് നമ്മുടെ കണക്ക് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ സത്യം വായിക്കണം എന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ വർധനവ് നമ്മൾ നോക്കിയതുപോലെ തന്നെ ദേശീയ വരുമാനത്തിൻ്റെ വളർച്ചാ നിരക്ക് എത്രത്തോളം ആയിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതും 1950-51 കാലം മുതൽ 2024-25 വർഷം വരെയുള്ള വളർച്ചാ നിരക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 1950-51 കാലഘട്ടങ്ങളിൽ 3.1% ദേശീയ വരുമാനത്തെ വളർച്ചാ നിരക്കാണ് ഇപ്പോൾ അത് 6.4% വർദ്ധിക്കുകയും അടുത്ത വർഷത്തെ 6.8% വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതുമായ ഒരു വളർച്ചാ നിരക്കാണ് ഇന്ത്യക്കുള്ളത്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളുമായി താരതമ്യം എടുത്തുകൊണ്ട് വളരെ നല്ല ഒരു പ്രോത്സാഹനജനകമായ ഒരു വളർച്ചാ നിരക്കാണ് ഇന്ത്യക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നേടുവാൻ കഴിഞ്ഞത്. 6.4% എന്ന് പറയുന്നത് 3 മേഖലകളെയും ഉൾപ്പെടുന്നതാണ്. അതായത് പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും സർവീസ് സെക്ടറും ഉൾപ്പെടുന്നതാണ്. ആ ഓരോ ഇൻഡിവിജ്വലായ ഓരോ മേഖലയിലെയും വളർച്ചാ നിരക്ക് എത്രയാണെന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സമയക്കുറവ് കാരണം ഞാനിത് കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങൾക്കിവിടെ കൊടുത്തിട്ടുണ്ട്. മുൻപ് കൊടുത്തിരിക്കുന്ന ടേബിളിന് അനുകൂലമായിട്ടില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ചാർട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം,
മൊത്തം GDP വളർച്ചാ നിരക്ക് ഞാൻ മുമ്പ് പറഞ്ഞു 6.4%. അതുപോലെ അഗ്രികൾച്ചറിൻ്റെ സെക്ടറിൻ്റെ വളർച്ചാ നിരക്ക് കഴിഞ്ഞ 2023-24 ബ്ലൂ ആയി കൊടുത്തിരിക്കുന്നത്. അത് യെല്ലോ കളറിൽ 2024-25 വളർച്ചാ നിരക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടറിലായാലും ശരി, സർവീസ് സെക്ടറിലായാലും ശരി, മൊത്തത്തോടെ നോക്കുകയാണെങ്കിൽ വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ മാത്രം ഒരു ചെറിയ ഒരു വാല്യൂ ആഡിൻ്റെ കാര്യത്തിൽ ചെറിയ ഒരു കുറവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പരീക്ഷയ്ക്ക് സാധാരണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, കഴിഞ്ഞ വർഷം, അത് 2024, ഫോർ എക്സാമ്പിൾ 2024-25 കാർഷിക മേഖലയിൽ നിന്നുള്ള സംഭാവന എത്രയാണ്, വ്യാവസായിക മേഖല, മാനുഫാക്ചറിംഗ് മേഖലയിൽ നിന്നുള്ള സംഭാവന എത്രയാണ്, അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കാർഷിക മേഖലയിൽ നിന്നുള്ള സംഭാവന എന്ന് പറഞ്ഞാൽ 16.21%. മാനുഫാക്ചറിംഗ് മേഖലയുടെ സംഭാവന എന്ന് പറഞ്ഞ് 28.75%. സേവന മേഖലയാണ് ഏറ്റവും കൂടുതൽ സംഭാവന കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് 55.2% കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സേവന മേഖലയിൽ തന്നെ നമുക്കറിയാം പ്രധാനമായും 3 സെക്ടേഴ്സാണുള്ളത്. അതിനകത്ത് ഒന്നെന്ന് പറഞ്ഞാൽ ട്രേഡ്, അതുപോലെ തന്നെ ഹോട്ടൽസ്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയവയാണ്. രണ്ടാമത്തെ മേഖലയിൽ ഫിനാൻഷ്യൽ മേഖലയാണ്. മൂന്നാമത്തെ മേഖല പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ഡിഫൻസ് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ 3 മേഖലകളിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ട്രേഡ് തുടങ്ങിയവരിൽ 18.52% വളർച്ചാ നിരക്ക് 2024-25 രേഖപ്പെടുത്തിയെങ്കിൽ, ഫിനാൻസിങ് മേഖല അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിങ്, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളെ പ്രതിനിധാനം ചെയ്യുന്ന മേഖല 23.44% വർധനവ് രേഖപ്പെടുത്തി അല്ലെങ്കിൽ സംഭാവന രേഖപ്പെടുത്തി. അതുപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഡിഫൻസ് തുടങ്ങിയവയിലാണെങ്കിൽ 13.06% ആണ്. 13.06% നമ്മുടെ ദേശീയ വരുമാനത്തിലേക്ക് 2024-25 കോൺട്രിബ്യൂട്ട് സംഭാവന ചെയ്തത്. ഇനി നമുക്ക് പരിശോധിക്കപ്പെടേണ്ടത് 2024-25 നാഷണൽ ഇൻകത്തിൽ പ്രൈമറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നു, സെക്കൻഡറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നു, സർവീസ് സെക്ടറിൻ്റെ എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പരിശോധിക്കേണ്ടത്. അപ്പോൾ കാർഷിക മേഖല ഉൾപ്പെടുന്ന പ്രൈമറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 16.21% മാത്രമാണ്. മാനുഫാക്ചറിംഗ് മേഖല അല്ലെങ്കിൽ ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 28.75%. സേവന മേഖലയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 55.02% ഈ 55.02% എന്ന് പറയുന്നത് 3 സബ് സെക്ടേഴ്സ് ഉൾപ്പെടുന്നതാണ്. അതായത് ഒന്നാമത്തെ സബ് സെക്ടർ എന്ന് പറയുന്നത് ട്രേഡ്, ഹോട്ടൽസ്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയവയാണ്. അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 18.52%. ഫിനാൻഷ്യൽ മേഖല ഉൾപ്പെടുന്ന ഫിനാൻഷ്യൽ, റിയൽ എസ്റ്റേറ്റ്, പ്രൊഫഷണൽ സർവീസ് തുടങ്ങിയ അവ ഉൾപ്പെടുന്ന സബ് സെക്ടർ ഉൾപ്പെടുന്ന മേഖല 23.44%. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഡിഫൻസ് തുടങ്ങിയ മേഖലകളെ ഉൾപ്പെടുന്ന സബ് സെക്ടർ എന്ന് പറയുന്നത് 13.06%. ദേശീയ വരുമാനത്തിൽ 2024-25 വർഷത്തേക്ക് സംഭാവന ചെയ്തത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സർവീസ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ പകുതിയിലധികവും സംഭാവന ചെയ്യുന്നത് സേവന മേഖലയാണ്. വിവിധ മേഖലകളിലെ കോൺട്രിബ്യൂഷൻ സംബന്ധിച്ച ടേബിളിൻ്റെ ഒരു പൈ ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് പ്രൈമറി സെക്ടറിനെ സൂചിപ്പിക്കുന്നു, ഇത് സെക്കൻഡറി സെക്ടറിനെ സൂചിപ്പിക്കുന്നതും സേവന മേഖലയെ സൂചിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 50-ന് കൂടുതൽ ശതമാനം, പകുതിയിലധികം സംഭാവന ചെയ്യുന്നത് സേവന മേഖലയാണ്.
നമുക്കിനി പരിശോധിക്കപ്പെടേണ്ടത് ഓരോ മേഖലയിലെയും സബ് സെക്ടേഴ്സിൻ്റെ വികസനമാണ് നമുക്കിനി നോക്കേണ്ടത്. ഉദാഹരണമായി പ്രൈമറി സെക്ടർ. മുൻപ് പറഞ്ഞതുപോലെ പ്രൈമറി സെക്ടറിനകത്ത് പല സബ് സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ള വളർച്ചാ നിരക്ക് പൊതുവേ എത്ര ശതമാനമാണ്? അലൈഡും ഒന്ന് നമ്മൾ പറയുകയാണെങ്കിൽ 3.6% കാർഷിക മേഖലയുടെ മൊത്തത്തോടെയുള്ള വളർച്ചാ നിരക്ക്. അതിൽ തന്നെ ക്രോപ്പ് മേഖല ഇല്ലെങ്കിൽ നമ്മുടെ ഭക്ഷ്യ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട മേഖല 2.1%. അതായത് പയർവർഗ്ഗങ്ങളുള്ള സീരിയൽസ് 5%. അത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് 3.5%. അതുപോലെ ഓയിൽ സീഡ്സ് 1.9%. ലൈഫ് സ്റ്റോക്ക് മേഖല 5.8%. ഫിഷറീസ് എന്ന് പറയുന്നത് 8.7% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തി. പാൽ ഉൽപ്പാദനം, ഇന്ത്യക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ്. ആ ഇന്ത്യയിൽ 5.8% വളർച്ചയാണ് 2024-25 പാൽ ഉൽപ്പാദനത്തിൽ നമുക്ക് നേടുവാൻ കഴിഞ്ഞത്. അങ്ങനെ തുടർന്ന് നോക്കുകയാണെങ്കിൽ വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക വളർച്ചയാണ് 2024-25 കാർഷിക മേഖലയിലെ സബ് സെക്ടറീസ് മേഖലയിലും നമുക്ക് നേടുവാൻ കഴിഞ്ഞത്. ഭക്ഷ്യ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ നേട്ടമാണ് ഈ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അതായത് 2023-24 കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷ്യ ഉൽപ്പാദനം എന്ന് പറയുന്നത് 332.3 മില്യൺ ടൺസ് ആയിരുന്നു. അത് 2022-23 കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 329.7 മില്യൺ ടൺസും 21-22 നോക്കുകയാണെങ്കിൽ 315.6 മില്യൺ ടൺസുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഭക്ഷ്യ ഉൽപ്പാദനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഭക്ഷ്യ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് ആത്യന്തികമായി നമുക്ക് വേണ്ടത് ഭക്ഷ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വിവിധ ശ്രമ ഫലമായി നമ്മുടെ ഭക്ഷ്യ ഉൽപ്പാദനം 2023-24 കണക്ക് പ്രകാരം 332.3 മില്യൺ ടൺസായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു രാജ്യത്തിൻ്റെ നെടും തൂണ്, വികസനത്തിൻ്റെ നെടും തൂണ് എന്ന് പറയുന്നത് വ്യാവസായിക വികസനമാണ്, ഇൻഡസ്ട്രിയൽ ഗ്രോത്താണ്. അപ്പോൾ പ്രധാനമായും ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് വേണ്ടി ഇൻഡസ്ട്രിയൽ സെക്ടറിനെ തന്നെ പ്രധാനമായും മൈനിങ് ആൻഡ് ക്വാറിങ്, മാനുഫാക്ചറിങ്, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ, അതുപോലെ ഇൻഡസ്ട്രി തുടങ്ങിയ മേഖലകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വളർച്ചാ നിരക്ക് കഴിഞ്ഞ 2024, അതായത് 4 വർഷം, 2020 മുതൽ 2024 വർഷത്തെ വളർച്ചാ നിരക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2024-25 വളർച്ചാ നിരക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2020-24 വർഷത്തെ ആ 4 വർഷത്തെ വളർച്ചാ നിരക്ക് നോക്കുകയാണെങ്കിൽ മൈനിങ് മേഖലയിൽ നമുക്ക് വലിയ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞില്ല. 2.9% മാത്രമായിരുന്നു നമ്മുടെ വളർച്ചാ നിരക്ക്. കാരണം എന്ന് പറയുന്നത് മൈനിങ് മേഖലയിൽ വളരെയധികം നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയ ഒരു സമയമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾ. മൈനിങ്ങിന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. കോൾഡ് മൈനിങ്ങിനായാലും ശരി തുടങ്ങിയവല്ല ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയമായതുകൊണ്ടാകാം വളർച്ചാ നിരക്ക് 2.9% മാത്രമായിരുന്നു നമ്മുടെ. പക്ഷേ അത് ഒരു കാര്യം, 2020-24 വെറും 0.8% മാത്രമായിരുന്നു ഓർക്കുമ്പോൾ 2024-25 വളർച്ചാ നിരക്ക് വളരെയധികം പ്രോത്സാഹനജനകമാണ്. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് മേഖലയുടെ വളർച്ചാ നിരക്കെന്ന് പറയുന്നത് കഴിഞ്ഞ 4 വർഷത്തെ, അതായത് 2020-24 വർഷത്തെ കണക്ക് 3.5% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ സമയത്ത് 2024-25 വർഷം എന്ന് പറയുന്നത് നമുക്ക് 5.3% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ കാര്യം ശരി, ഗ്യാസിൻ്റെ കാര്യം ശരി, വാട്ടർ സപ്ലൈയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ശരി, അതിൻ്റെ വളർച്ചാ നിരക്കെന്ന് പറയുന്നത് 2024-25 6.8% കണ്ട് വളർച്ചാ നിരക്ക് രേഖപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. എന്നാൽ അതിന് മുമ്പുള്ള ആ ഒരു വർഷം എന്ന് പറഞ്ഞ് വെറും 5.1% മാത്രമായിരുന്നു നമ്മുടെ വളർച്ചാ നിരക്കെന്ന് ഓർക്കുമ്പോൾ ഈ 6.8% എന്ന വളർച്ചാ നിരക്കെന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖല,
2020-24 കൺസ്ട്രക്ഷൻ മേഖലയുടെ വളർച്ചാ നിരക്ക് 4.4% മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 6.2% വർദ്ധിച്ചു. അങ്ങനെ പൊതുവെ ഇൻഡസ്ട്രിയൽ മേഖലയുടെ വളർച്ചയെ നമ്മൾ നോക്കുകയാണെങ്കിൽ 4.4% 20-24 വർഷ കാലഘട്ടമെങ്കിൽ ഇപ്പോൾ അത് 6.2% 24-25 മാറിയിട്ടുണ്ട്. അത് വളരെ ഒരു ഇൻഡസ്ട്രിയൽ വികസനത്തെ സംബന്ധിച്ചത് കുറവാണെങ്കിൽ പോലും നമ്മൾ കുറേ കൂടെയൊക്കെ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തേണ്ടതാണ്. എന്നാൽ മാത്രമേ നമ്മുടെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കുന്നതിനും കൂടുതൽ പേർക്ക് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻറ്റ് ലഭിക്കുന്നതിനുമൊക്കെ അത് കഴിയത്തുള്ളൂ. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ കഴിഞ്ഞ 2024-25 വർഷത്തെ വളർച്ചാ നിരക്ക് പരിശോധിക്കുകയാണെങ്കിൽ 6.2% വളർച്ചാ നിരക്ക് ഇൻഡസ്ട്രിയൽ മേഖലയ്ക്ക് നേടുവാൻ അവർക്ക് കഴിയും. ഇനി നമുക്ക് നമ്മുടെ പ്രധാനമായ ഇന്ത്യയുടെ നട്ടെല്ലെന്ന് പറയുന്നത് നമ്മുടെ വ്യാവസായിക മേഖലയാണ്. തൊഴിൽ നൽകുന്നതിലായാലും ശരി, പ്രാദേശിക സമത്വം ഉറപ്പാക്കുന്നതിനായാലും ശരി, നമുക്ക് ആവശ്യമായ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനായാലും ശരി, ഇറക്കുമതി കുറയ്ക്കുന്നതിനായാലും ശരി, നമ്മുടെ ഇൻഡസ്ട്രിയൽ മേഖലയിലെ വളർച്ച വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ വികസനം 2024-25 അല്ലെങ്കിൽ ഏറ്റവും അവൈലബിൾ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം 2023-24 വർഷം 5.9% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുവാൻ വ്യാവസായിക മേഖലയ്ക്ക് കഴിയും. അത് 2022-23 നമ്മുടെ വ്യാവസായിക മേഖലയുടെ വളർച്ചാ നിരക്ക് 5.2% അതിന് മുൻപത്തെ ഫലം 11.4% പക്ഷേ നമുക്ക് ആ വളർച്ചാ നിരക്ക്, അതായത് 11.4% എന്ന വളർച്ചാ നിരക്ക് നമുക്ക് നിലനിർത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഇപ്പോൾ വളർച്ചാ നിരക്ക് 5.9% ഇപ്പോഴത്തെ നമ്മുടെ വളർച്ചാ നിരക്കെന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ വികസന രംഗത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് മൈനിങ് ആൻഡ് ക്വാറി മേഖലയിൽ 2020-24 0.8 മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ 2024-25 വർഷം 2.9% വർദ്ധിപ്പിക്കാൻ മൈനിങ് ആൻഡ് ക്വാറി വിഭാഗത്തിന് കഴിയും. അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് മേഖലയുടെ വളർച്ചാ നിരക്കെന്ന് പറഞ്ഞാൽ 5.3% അത് കണക്കിന് ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് വളരെയധികം സംഭാവന റിന്യൂവബിൾ എനർജിയുടെ ഒക്കെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ മേഖലയുടെ വളർച്ചാ നിരക്ക് 6.8% വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖല കഴിഞ്ഞ വർഷം നമുക്ക് 4.4% വളർച്ചാ നിരക്ക് ഈ 2024-25 വർഷം 6.2% വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ വ്യാവസായിക വികസനത്തിൻ്റെ അളവ് എത്രയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി വ്യാവസായിക മേഖലയിൽ നിന്നും ദേശീയ വരുമാനത്തിലേക്കുള്ള സംസ്ഥാന വരുമാനത്തിലേക്ക് സംഭാവന ചെയ്യുന്നതിൻ്റെ തോത് എത്രത്തോളമാണെന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പെർസെൻറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായും ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ചണ്ഡീഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ വ്യാവസായികമായി മുന്നോക്കം നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കാര്യം അവരുടെ ആ വ്യാവസായിക മേഖലയിൽ നിന്നുള്ള വരുമാനം അവരുടെ സംസ്ഥാന വരുമാനത്തിൽ എത്രത്തോളമുണ്ട് എന്നുള്ളതിൻ്റെ തോതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ തോത് എന്ന് പറയുന്നത് 0.28% ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന വരുമാനത്തിലേക്ക് വ്യാവസായിക മേഖലയുടെ സംഭാവന എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഒരു താരതമ്യ പഠനത്തിന് വേണ്ടിയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോ സംസ്ഥാനത്ത് ബഹുഭൂരിപക്ഷമുള്ള 28 സംസ്ഥാനങ്ങളുടെ ആ ഒരു സംസ്ഥാന വരുമാനത്തിലേക്ക് എത്രത്തോളമാണ് ദേശീയ വ്യവസായ മേഖലയിൽ നിന്നുള്ള വരുമാനം എന്നുള്ളത് വ്യക്തമായുടെ കണക്ക് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. വ്യാവസായിക വളർച്ചയിൽ സ്റ്റേറ്റുകളുടെ പുരോഗതി എത്രമുണ്ടെന്ന് അളക്കുന്നതിന് വേണ്ടിയാണ് ഷെയർ ഓഫ് ഇൻഡസ്ട്രീസ് ടോട്ടൽ, അതാത് സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ ഇൻഡസ്ട്രിയൽ മേഖലയിൽ നിന്നുള്ള വരുമാനം എത്രത്തോളം ഉണ്ടെന്നുള്ള കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേറ്റും, ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലെയും അവരുടെ വ്യാവസായിക മേഖലയിലുണ്ടായിരിക്കുന്ന വളർച്ച, പുരോഗതി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ചണ്ഡീഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് വ്യാവസായികമായി മുന്നോക്കം നിൽക്കുന്നതായി കാണിക്കുന്നത്. കേരളത്തിൻ്റെ നോക്കുകയാണെങ്കിൽ 0.28% ഷെയറാണ്, മൊത്തം ഷെയറിലാണ് ഈ വ്യാവസായിക വളർച്ചയുടേതായിട്ട്. അതായത് കേരളത്തിൻ്റെതായി ഇവിടെ കിടക്കുന്നു 0.28%. ഇവിടെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഛത്തീസ്ഗഡ് 0.52 കാണിക്കുന്നു, ഗുജറാത്ത് 0.50 കാണിക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഉത്തരാഖണ്ഡ് 0.50. അങ്ങനത്തെ പല സംസ്ഥാനങ്ങളിലും പലതരത്തിലുള്ള വ്യാവസായിക പുരോഗതിയാണ് കഴിഞ്ഞ 2024-25 വർഷം നമുക്ക് നേടുവാൻ കഴിഞ്ഞത്. സേവന മേഖലയുടെ സംഭാവന ദേശീയ വരുമാനത്തിൽ എത്രയാണ് എന്നുള്ളത് കാണിക്കുന്ന ആ ഒരു ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം പകുതി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പകുതിയിലധികം ദേശീയ വരുമാനത്തിൻ്റെ പകുതിയിലധികം ഏകദേശം 55% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേഖലയാണ് സർവീസ് സെക്ടർ. അത് ഓരോ വർഷവും, അതായത് ഫിനാൻഷ്യൽ ഇയർ 2019 വർഷം എത്രയായിരുന്നു, 2013 ഫിനാൻഷ്യൽ ഇയറിൽ എത്രത്തോളമായിരുന്നു തുടങ്ങിയവ സൂചിപ്പിക്കുന്ന ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ദേശീയ വരുമാനത്തിൽ വന്നിരിക്കുന്ന ഘടനാപരമായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, കൃഷിയായിരുന്നു ബഹുഭൂരിപക്ഷം പേരുടെ വരുമാന മാർഗം 1947 കാലഘട്ടങ്ങളിൽ. 1950-51 കാലഘട്ടങ്ങളിൽ 64% കാർഷിക മേഖലയിൽ നിന്നുള്ള ദേശീയ വരുമാനത്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, സംഭാവന എന്ന് പറയുന്നത് 64%. കൃത്യമായി പറഞ്ഞാൽ 64.64%. അത് 75 വർഷങ്ങൾക്ക് ശേഷം ഇത് വെറും 16% കുറഞ്ഞു. കാർഷിക മേഖലയിൽ 64% നിന്നും 16% ഒരു കുറവാണ് ഉണ്ടായത്. അത് സ്വാഭാവികമാണ്. കാര്യം ഒരു രാജ്യം വികസന പാതയിൽ ആദ്യകാലങ്ങളിൽ പ്രൈമറി സെക്ടറിനെ ആശ്രയിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ആ പ്രൈമറി സെക്ടറിനെ സഹായിക്കാൻ വേണ്ടി മാനുഫാക്ചറിങ് സെക്ടർ ഉടലെടുക്കും, അല്ലെങ്കിൽ അത് വികസിക്കും. അത് കഴിഞ്ഞിട്ട് മാനുഫാക്ചറിങ് സെക്ടറിനെയും പ്രൈമറി സെക്ടറിൻ്റെയും ആവശ്യങ്ങൾക്ക് വേണ്ടി സേവന മേഖല വളരും. പക്ഷേ ഇവിടെ സംഭവിച്ചത്, മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ സംഭാവന എന്ന് പറയുന്നത് 14.82% 1950-51 കാലഘട്ടങ്ങളിൽ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ നേരെ ഇരട്ടി, അതായത് 28.75% മാത്രമാണ് വർദ്ധിച്ചത്. പക്ഷേ സേവന മേഖലയുടെ വർധനവാണ് അതിഭീകരം, അല്ലെങ്കിൽ വളരെയധികം കൂടുതലായി നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്നത്. അതായത് സേവന മേഖലയിൽ 20.54% സംഭാവന 2024-25 ആയപ്പോഴേക്കും 55.02% വർദ്ധിച്ചു. അതുമാത്രമല്ല, 2024-25 വളർച്ചാ നിരക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത് സേവന മേഖലയിലാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, മാനുഫാക്ചറിങ് മേഖല വളർന്നാൽ മാത്രമേ തൊഴിൽ വർദ്ധിക്കത്തുള്ളൂ. ശരിയായ രീതിയിലുള്ള ഒരു ദേശീയ വരുമാനത്തിൽ പ്രകടമായ ഒരു വ്യത്യാസം വരണമെങ്കിൽ മാനുഫാക്ചറിങ് മേഖലയാണ് വളരേണ്ടത്. ഇതാണ് നമുക്ക് ഇന്ത്യക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കുറവ് എന്ന് പറയുന്നത്. നമ്മുടെ മാനുഫാക്ചറിങ് മേഖല വികസിക്കാതെ തന്നെ സേവന മേഖല വികസിച്ചു.
പക്ഷെ മാനുഫാക്ചറിങ് മേഖലയുടെ വർധനവ് കഴിഞ്ഞതിന് ശേഷം സേവന മേഖല വന്നിരുന്നു എങ്കിൽ ഇന്ന് നാം കാണുന്ന അൺഎംപ്ലോയ്മെൻറ്റ് ഇത്രയത്തോളം വർദ്ധിക്കത്തില്ലായിരുന്നു. അതാണ് വന്ന ഒരു പ്രധാനമായ ഒരു മാറ്റമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയുന്നു, കാർഷിക മേഖലയിലെ സംഭാവന കുറഞ്ഞപ്പോൾ മാനുഫാക്ചറിങ് മേഖലയുടെയും സേവന മേഖലയുടെയും സംഭാവന, ദേശീയ വരുമാനത്തിലെ സംഭാവന വർദ്ധിച്ചു. പക്ഷേ സേവന മേഖലയിലെ സംഭാവന വർദ്ധിച്ച തോതിൽ മാനുഫാക്ചറിങ് മേഖലയുടെ സംഭാവന വർദ്ധിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സ്ട്രക്ചറൽ ചേഞ്ചസ്, അതായത് നമ്മുടെ പ്രൈമറി മേഖലയിൽ നിന്നും സെക്കൻഡറീസ് മേഖലയിൽ നിന്നും സേവന മേഖലയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എത്രത്തോളമാണ്, അതായത് പ്രൈമറി മേഖലയിൽ നിന്നുമുള്ള കോൺട്രിബ്യൂഷൻ കുറയുമ്പോൾ അത് ഏത് മേഖലകളെയാണ്, ഏത് രീതിയിലാണ് മാനുഫാക്ചറിങ് മേഖലയിൽ വർധന ഉണ്ടാകുന്നത്, സേവന തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ സ്ട്രക്ചറൽ ചേഞ്ചസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 1950-51 കാലങ്ങളിൽ 64.66% കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനമെങ്കിൽ ഇപ്പോഴത് 16.21% കുറഞ്ഞു. പക്ഷേ മാനുഫാക്ചറിങ് മേഖലയിലെ 14.8% 28.75% വർദ്ധിച്ചു. സേവന മേഖലയുടെ വളർച്ച എന്ന് പറയുന്നത് നമുക്ക് വളരെ എൻകറേജിങ് ആണ്, അത്ഭുതപൂർവമായ വളർച്ചയാണ് സേവന മേഖലയ്ക്ക് നേടുവാൻ കഴിഞ്ഞു. ഉദാഹരണമായിട്ട് 20% കൃത്യമായി പറഞ്ഞ 20.54% സേവന മേഖലയുടെ പ്രാതിനിധ്യം ഇപ്പോൾ 55.02% വളർന്നു. അതിൽ തന്നെ 3 സബ്സെക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് ആ സബ്സെക്ടറുകളുടെ വളർച്ചാ നിരക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ആ സബ്സെക്ടറിൽ തന്നെ ട്രേഡ്, ഹോട്ടൽസ്, ട്രാൻസ്പോർട്ട് തുടങ്ങിയ മേഖലകളുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ നിർണായകമായിരുന്നു. ഉദാഹരണമായി അവർ 7.44% മാത്രമായിരുന്ന സംഭാവന ഇപ്പോൾ അത് 18.52% വർദ്ധിപ്പിക്കുവാൻ ട്രേഡ്, ഹോട്ടൽ, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സബ്സെക്ടറിന്, സേവന മേഖലയുടെ സബ്സെക്ടറിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് സൂചിപ്പിക്കുവാനായി ഉള്ളത്. ഇവിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മെയിൻ ഇൻഡസ്ട്രി ചേഞ്ചസ് എന്ന നാഷണൽ ഇൻകം വന്നിരിക്കുന്നത്. സർവീസ് സെക്ടർ ഈസ് എ ഹയസ്റ്റ് കോൺട്രിബ്യൂട്ടർ. സർവീസ് സെക്ടർ ഈസ് എ കോൺട്രിബ്യൂട്ടർ. അത് ഞാൻ മുമ്പ് പറഞ്ഞത് 55.02% സർവീസ് കഴിഞ്ഞാണുള്ളത്. കോൺട്രിബ്യൂഷൻ ഓഫ് ദ പ്രൈമറി സെക്ടർ ഈസ് ഡിക്ലൈനിങ്. അതായത് ഇപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത് 16.21%. മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ ഷെയർ കൂടി വരികയാണ്. അവർ ഇപ്പോൾ 28.75% ദേശീയ വരുമാനത്തിലേക്ക് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിൽ തുടങ്ങി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് 23.4% കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യയിൽ കൃഷി ഉൾപ്പെടുന്ന പ്രൈമറി സെക്ടറിൻ്റെ പ്രാധാന്യം കുറഞ്ഞുകൊണ്ട് മാനുഫാക്ചറിങ് മേഖലയായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ സേവന മേഖലയുടെ വളർച്ചയാണ് മാനുഫാക്ചറിങ് മേഖലയെ വളർച്ചയേക്കായി കൂടുതലായി കാണിക്കുന്നത്. അപ്പോൾ മാനുഫാക്ചറിങ് മേഖലയെ നമുക്ക് ഇനിയും ശക്തമാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കൂടുതൽ വ്യവസായങ്ങൾ നമ്മൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ പേർക്ക് തൊഴിൽ ലഭിക്കുകയും തൊഴിലില്ലായ്മ ചെയ്യുവാനും പ്രാദേശിക അസമത്വം കുറയ്ക്കുന്നതിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിനും ഒക്കെ കഴിയണമെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ ഉൽപ്പാദനം നമുക്ക് ഇനിയും വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു സ്ട്രക്ചറൽ ചേഞ്ചസിൻ്റെ ആ ഒരു ഫൈൻഡിങ്സിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങളാണ് കഴിഞ്ഞ പബ്ലിക് സർവീസ് കമ്മീഷനിൽ പരീക്ഷകളിലും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ പരീക്ഷകളിലും വിവിധ റിക്രൂട്ട്മെൻറ്റ് പരീക്ഷകളിലും കാണുന്നത്. അതിൽ കുറച്ച് മാതൃകാ ചോദ്യങ്ങൾ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പ്രധാനമായും വന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഇന്ത്യയിലെ ദേശീയ വരുമാന കണക്കെടുപ്പുമായുണ്ടായ ചരിത്രപരമായ കാര്യങ്ങൾ. അതായത് ആദ്യം എന്നാണ് തുടങ്ങിയത്, ആരാണ് ശാസ്ത്രീയമായി ആദ്യമായി നാഷണൽ ഇൻകം അക്കൗണ്ടിങ് നടത്തിയത്, അതുപോലെ തന്നെ വളർച്ചാ നിരക്ക് എത്രയാണ് നമ്മുടെ ദേശീയ വരുമാനം, വിവിധ മേഖലകളിൽ നിന്നുള്ള വളർച്ചാ നിരക്ക് എത്രയാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് കണ്ടുവരുന്നത്.
ഈ ചോദ്യങ്ങൾ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളുമായി ഞാൻ ചോദ്യങ്ങളായി തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ ഓരോ ചോദ്യവും ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് എഴുതുവാനായി പോകേണ്ടത്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഇല്ലെങ്കിൽ ഈ നാഷണൽ ഇൻകത്തിൽ നിന്നും വരാവുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ, വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള അടുത്ത ക്ലാസ്സുകളിൽ കൂടുതൽ ചോദ്യങ്ങൾ എക്സ്പ്ലനേഷൻ ഞാൻ തരാം. ഇപ്പോൾ സമയക്കുറവ് കാരണം വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബേസ് ഇയർ നമ്മുടെ ഇപ്പോൾ ഇതിലേക്ക് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഇപ്പോഴത്തെ ബേസ് ഇയറായി എടുക്കുന്ന വർഷം, അടിസ്ഥാന വർഷം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് 2011-12 എന്ന അടിസ്ഥാന വർഷത്തെ വിലയുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ ബേസ് ഇയർ 2024-25 ദേശീയ വരുമാനത്തിൻ്റെ ബേസ് ഇയർ ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2011-12 എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് 3 മെത്തേഡുകളുണ്ട്. അറിയാവുന്നതാണ്. അത് പ്രോഡക്റ്റ് മെത്തേഡുണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡുണ്ട്, ഇൻകം മെത്തേഡുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏത് മെത്തേഡാണ് ഉപയോഗിച്ചാണ് ദേശീയ വരുമാനം ഇന്ത്യയിൽ കണക്കാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ 3 മെത്തേഡ് ഉപയോഗിക്കുന്നത് മിക്സഡ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചില മേഖലകളെ കണക്കെടുക്കാൻ വേണ്ടി പ്രോഡക്റ്റ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നു, ചില മെത്തേഡ് ഉപയോഗിക്കുന്ന എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചില മേഖലകൾക്ക് ഇൻകം മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏത് മെത്തേഡാണെന്ന് ചോദിച്ചാൽ മിക്സഡ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഇനി ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ടു ഇന്ത്യ, ഞാൻ പലതവണ പറഞ്ഞിട്ടാണ്, സേവന മേഖലയാണ് ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ. ഇപ്പോൾ ഒന്നുകൂടെ ഉറപ്പിക്കുവാണ്, 55% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സേവന മേഖലയാണ് ഏറ്റവും കൂടുതൽ ദേശീയ വരുമാനത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി നാഷണൽ ഇൻകം കമ്മിറ്റി, അതായത് വായിക്കാം, ഇന്ത്യ ഫോളോസ് GDP എസ്റ്റിമേഷൻ എന്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇല്ലെങ്കിൽ എന്തിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ചട്ടക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻകം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇല്ലെങ്കിൽ അവരുടെ സജഷൻ പ്രകാരമാണ് നമ്മൾ ആ ചട്ടക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഫാക്ടർ പ്രൈസ് അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന ഏറ്റവും കൂടുതൽ ഫാക്ടർ പ്രൈസ് ഏതാണ്? നമുക്ക് അതിനകത്ത് പ്രോഫിറ്റ് ആണോ, വേജസ് ആണോ, റെൻ്റ് ആണോ തുടങ്ങിയ ഇതിനകത്ത് ഏത് ഫാക്ടർ ഇൻകമാണ് നമുക്ക് കൂടുതൽ? നമുക്കറിയാം there are 4 different factors of production: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ലാൻഡിന് നമ്മൾ റെൻറ്റ് കൊടുക്കും, ലേബറിന് നമ്മൾ കൂലി കൊടുക്കും, പ്രോഫിറ്റ് നമ്മൾ അപ്പോൾ അങ്ങനെ അത് കൊടുക്കുന്നതാണ്. ഇൻട്രസ്റ്റ് നമ്മൾ ബാങ്കുകൾക്ക് കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് ലാൻഡിന് അല്ലെങ്കിൽ ലേബറിനാണോ ഇല്ലെങ്കിൽ ബാങ്കുകൾക്കാണോ ഇല്ലെങ്കിൽ പ്രോഫിറ്റർക്കാണോ ആർക്കാണ് കൂടുതൽ ഫാക്ടർ ഇൻകം ലഭിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. വേജസ് എന്ന് പറയുന്ന കാറ്റഗറിക്ക് അല്ലെങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. അതുപോലെ എക്കണോമിക് സർവേ 2024-25 അടിസ്ഥാനത്തിൽ ഗ്രോത്ത് റേറ്റ് എത്രയാണ്? ഞാൻ പലതവണ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു സംശയം വരരുത്. 6.4% അടുത്ത വർഷം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് 6.8% വളർച്ചയെങ്കിലും നമുക്ക് നേടാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ടേഴ്സ് ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത് 7% പോലും വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ സേവന മേഖലയാണ്. വളർച്ചാ നിരക്ക് 7 കൃത്യമായി പറഞ്ഞ് 7.2% വളർച്ചാ നിരക്കാണ് സേവന മേഖല 2024-25 നേടാൻ കഴിഞ്ഞത്. അപ്പോൾ ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഏത് മേഖലയ്ക്കായിരുന്നു എന്ന് ചോദിച്ചാൽ റൈറ്റ് ആൻസർ ഈസ് സേവന മേഖല എന്നതാണ്. അതുപോലെ വികസിത ഭാരത് 2047, അതായത് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള 100 വർഷം തികയുന്ന 2047 നമുക്ക് വികസിത ഭാരതം എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യം നേടണമെങ്കിൽ നമുക്ക് എത്രത്തോളം ഗ്രോത്ത് റേറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം നമുക്കറിയാം 6%, 4%, 6.4% വളർച്ച നിരക്ക്. അത് എത്ര ശതമാനമായി വളർന്നാലാണ് വികസിത ഭാരതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുന്നത്? റൈറ്റ് ആൻസർ 8% വളർച്ചാ നിരക്ക് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ 2047 നമുക്ക് വികസിത ഭാരതം എന്ന് പറയുന്ന നമുക്കുടെ ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കുവാൻ നമുക്ക് കഴിയും. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിരക്കുമായി ബന്ധപ്പെട്ടതാണ്. അക്കോർഡിംഗ് ടു സർവേ, വാട്ട് ഈസ് എ ടാർഗറ്റഡ് ആനുവൽ ഇൻവെസ്റ്റ്മെൻറ്റ്? അതായത് എത്രത്തോളം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായത്തിൽ 35% ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് അടുത്ത വർഷം നടത്തേണ്ടത്. അതുപോലെ MSMEയുടെ കോൺട്രിബ്യൂഷൻ, അതായത് ചെറുകിട വ്യവസായങ്ങൾ മൊത്തം വ്യാവസായിക വികസനത്തിന് എത്ര ശതമാനമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40%-ഓളം ഷെയർ എന്ന് പറഞ്ഞതിൽ MSMEയുടെ കോൺട്രിബ്യൂഷനാണ്.
ഇനിയാണ് നമ്മുടെ പുതിയ തരത്തിലുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട 2-3 ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അസേർഷൻ ആൻഡ് റീസൺ ആണ്. അതിനകത്ത് ഒന്നത് നിങ്ങൾ വായിക്കും, അസേർഷൻ എന്നുള്ളത് ഞാൻ വായിക്കാം, അതിൻ്റെ ഉള്ള റീസണും വായിക്കാം. 1. Economic Survey 2024 states that India's GDP growth is likely to remain above 6%. Okay. And the reason, strong private investment and robust service sector growth are supporting the economic. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് 6% കൂടുതൽ വളർച്ചാ നിരക്ക് നമുക്ക് ഉണ്ടാവും. 2, അതിന് കാരണക്കാരനാരൊക്കെയാണ്? പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ സേവന മേഖലയിൽ നമുക്കുണ്ടായ ഒരു കൂടുതലുള്ള വരുമാന അല്ലെങ്കിൽ വളർച്ചാ നിരക്കുമാണ് കാരണം എന്ന് പറയുന്നത്. ഇത് രണ്ടും ശരിയാണ്. സോ അതായത് അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്. ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ദാറ്റ്സ് ദ ആൻസർ. ഈ റിസർച്ച് ഓഫീസർ തസ്തികയ്ക്ക് വേണ്ടി ക്രെഡൻസ് പരിശീലനങ്ങൾ നടത്തി വരുന്നു. ഓഫ്ലൈനും ഓൺലൈനും അതുപോലെ തന്നെ ഈ ബുക്കും ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് 8281367976 അല്ലെങ്കിൽ 8590401257 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്.